ഇന്നലെ വൈകിട്ട് കുറച്ച് കടല കുതിർക്കാനിട്ടിരുന്നു. അത് നമുക്ക് രാവിലെ ഒന്ന് കറി വെച്ചെടുക്കാം. കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടു. അതിലേക്ക് കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, തക്കാളി ഇവ ചെറിയ പീസായി അരിഞ്ഞതും ചേർത്തു. വേവാൻ ആവശ്യമായ വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്തു. അതിലേക്ക് മസാലപ്പൊടികളെല്ലാം കൂടി വഴറ്റി ചേർത്തു. അങ്ങനെ താളിച്ചെടുത്ത കടലക്കറിയും കൂട്ടി പുട്ടാണ് ഇന്ന് രാവിലെ കഴിച്ചത്. പിന്നെ ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ തയ്യാറാക്കിയെടുത്തു. ആദ്യം തന്നെ ഒരു മോരങ്ങ് കാച്ചി വെച്ചു. തോരന് വേണ്ടി ബീറ്റ്റൂട്ടും സവോളയും പച്ചമുളകും ഗ്രേറ്ററിലിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തു. കൂടെ ചേർക്കാൻ കിളിർപ്പിച്ചെടുത്ത നമ്മുടെ ചെറുപയറും ഉണ്ടായിരുന്നു. ചെറുപയർ ലേശം ഉപ്പും ചേർത്ത് കുക്കറിൽ ഒന്ന് വേവിച്ചെടുത്തു. ചെറുപയർ നമ്മൾ കുതിർത്തിയതിന് ശേഷം ഇതേപോലെ ഒന്ന് മുളപ്പിച്ചെടുത്താൽ കൂടുതൽ പോഷകങ്ങളോടെ നമുക്ക് കഴിക്കാൻ പറ്റും. വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും താളിച്ചതിലേക്ക് നമുക്ക് ബീറ്റ്റൂട്ട് അരിഞ്ഞതും ചേർത്ത് വേവിച്ച ചെറുപയറും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ബീറ്റ്റൂട്ട് ഒന്ന് വെന്ത് വരുന്നവരെ ഫ്ലെയിം കുറച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇത് വന്നതിന് ശേഷം തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം. പൊതിച്ചു കൊണ്ടുവന്ന തേങ്ങ പൊട്ടിച്ചു നോക്കിയപ്പോൾ അതിൽ കിളർപ്പും പൊങ്ങും ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം ഇളക്കിയെടുത്തു. അതിൽ കുറച്ച് കഴിച്ചു. പൊങ്ങെല്ലാം ഇളക്കി മാറ്റി വെച്ചു. പിന്നെ ആ തേങ്ങ കുറച്ച് നമ്മൾ ചിരണ്ടിയെടുത്തു. അങ്ങനെ ചിരകിയ തേങ്ങ കുറച്ചെടുത്ത് വെന്ത് വന്ന ചെറുപയറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഈ തേങ്ങയും ആവിയിൽ ഒന്ന് വെന്ത് വരണം. അതിനായി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും തട്ടിപ്പൊത്തി അടച്ചു വെച്ചു. അങ്ങനെ ഏറെ പോഷകപ്രദമായ നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ട്. ഇനി ഈ തേങ്ങയൊന്ന് ആവി കയറി ഒന്ന് വെന്ത് വരണം. അപ്പോഴാണ് മീൻ കിട്ടിയത്. പിന്നെ അത് വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ കൊണ്ടുതരുന്ന മീനായതുകൊണ്ട് അവർ വെട്ടിത്തരത്തില്ല, നമ്മൾ തന്നെ വെട്ടിയെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ തോരനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. എല്ലാം കൂടി ഇളക്കി ഒന്നുകൂടി തട്ടിപ്പൊത്തി വെച്ച് അടച്ചു വെച്ച് സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഈ മീനൊന്ന് വെട്ടിയെടുക്കണം. തോരന് നല്ല കട്ടിയുള്ള മീനാണ്. ഇതൊന്ന് നമുക്ക് പൊളിച്ചെടുക്കണം. അതിനായി രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ നന്നായിട്ട് ഇത് പൊളിച്ചെടുത്തു. ചെറിയ പീസാക്കി മുളകിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമ്മുടെ ചോറ് ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. അങ്ങനെ ചോറെല്ലാം വടിച്ചിട്ടു. മീൻ കറിയും റെഡി ആയിട്ടുണ്ട്. മോര് കറിയും തോരനും റെഡിയായി. ഇനി നമുക്കൊരു പപ്പടം കൂടി പൊരിച്ചെടുക്കാം. അപ്പോഴേക്കും ഉച്ചയൂണിനുള്ള സമയമായി. ഇനി നമുക്ക് ഊണ് കഴിച്ചാലോ? അങ്ങനെ ചൂടോടെയുള്ള ചോറെടുത്തു. അതിലേക്ക് നമ്മുടെ മുളകിട്ട മീൻ കറി കുറച്ചെടുത്തു. പിന്നെ നമ്മുടെ ചെറുപയർ മുളപ്പിച്ചതും ബീറ്റ്റൂട്ടും ചേർത്തുണ്ടാക്കിയ തോരൻ നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മോര് കറി, പപ്പടം കാച്ചിയത്, ഇവയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. പുതിയ പുതിയ വിശേഷങ്ങളും റെസിപ്പികളുമൊക്കെയായി അടുത്ത ഒരു വീഡിയോയിൽ കാണാം എന്ന പ്രതീക്ഷയോടെ